ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. നമ്മുടെ മനസ്സിൽ തീവ്രമായിട്ടൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നതെങ്കിൽ അതിലേക്ക് എത്താനുള്ള വഴി പ്രകൃതി നമുക്ക് കാണിച്ചു തരുമെന്ന് കേട്ടിട്ടില്ലേ? അത് ശരിക്കും ശരിയാണോ? ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചാണ് ചിന്തിച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ മാജിക്കൊന്നുമല്ല. എനിക്ക് കിട്ടിയ ഉത്തരം അത് ശരിയാണെന്നാണ്, എന്നാൽ മാജിക്കല്ല. കാരണം മനുഷ്യന് മറ്റ് ജീവികളെ അപേക്ഷിച്ച് ഒരു പ്രത്യേക കഴിവുണ്ട്. ആ കഴിവുള്ളതുകൊണ്ടാണ് മനുഷ്യൻ ലോകത്ത് ഈ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത്. എന്താണ് ആ കഴിവ്? അതിജീവിക്കാനുള്ള കഴിവ്. മൃഗങ്ങൾക്കൊന്നും സ്റ്റോക്ക് മാർക്കറ്റും മറ്റൊന്നും ഇല്ലല്ലോ. അതൊക്കെയുള്ളത് മനുഷ്യനാണ്. മനുഷ്യൻ്റെ മുന്നിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാമെന്ന്, അതിനെ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കുകയും അതിനുള്ള വഴി കണ്ടെത്തുകയും ചെയ്യും. സർവൈവൽ ഓഫ് എക്സിസ്റ്റൻസ് എന്നാണ് ഇതിൻ്റെ പേര് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്, പണ്ടപ്പോഴോ പഠിച്ച പോലെ ഓർക്കുന്നു. നമ്മുടെ ഇന്നത്തെ വിഷയം 1 കോടി നേടാനായിട്ട് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. പലർക്കും പല എമൗണ്ട് ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടാവുക. അപ്പോൾ അത് ഓരോ സിനാരിയോയും നമ്മൾ കീറി മുറിച്ച് പരിശോധിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു പേനയും പേപ്പറും എടുക്കാം. പേപ്പർ വേണ്ട, ബുക്ക് എടുത്തു. പേപ്പറാകുമ്പോൾ പിന്നെ എവിടെയെങ്കിലും ഇടും. അപ്പോൾ ഒരു ബുക്കൊക്കെ എടുത്ത് ഇതിലെ പോയിൻ്റുകൾ എഴുതി വെക്കാം. അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അവരാണ് ഞാൻ പറഞ്ഞ മറ്റേ ആൾക്കാർ. ഏത്? നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം പ്രകൃതി തന്നെ നടത്തി തരുമെന്ന് പറയാറില്ലേ? അതായത് ഒരുപാട് ആഗ്രഹിക്കണം. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, നമ്മുടെ തലച്ചോറ് അതിനായിട്ട് തന്നെ രൂപം കൊടുത്തിട്ടുള്ളതാണ്. ഒരു പ്രോബ്ലം വന്നാൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് രൂപം കൊടുത്തിട്ടുള്ള പ്രത്യേക തലച്ചോറാണ് മനുഷ്യൻ്റേത്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഇതൊരു പ്രോബ്ലമായിട്ട് ബ്രെയിനിന് മനസ്സിലാകുകയും ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള വഴികൾ ആലോചിക്കുകയും ആ വഴികൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരികയും ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്നതിൽ ആ വഴികളെ നമ്മൾ കാണാറുള്ളൂ, ശ്രദ്ധിക്കാറുള്ളൂ. ചിലപ്പോൾ അത് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് കണ്ടെത്തിക്കൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരു കൂട്ടം മ്യൂച്വൽ ഫണ്ട്, ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് അല്ലല്ലോ, ഒരു കൂട്ടം മ്യൂച്വൽ ഫണ്ട് വേണം അല്ലേ? അസറ്റ് അലോക്കേഷനും മറ്റുമൊക്കെ നോക്കി ഒരു കൂട്ടം മ്യൂച്വൽ ഫണ്ട് വേണം. അപ്പോൾ അത് കണ്ടെത്തിക്കൊണ്ടായിരിക്കാം. മാർക്കറ്റിൻ്റെ പ്രത്യേക സൈക്കിളുകൾ മനസ്സിലാക്കാനുള്ള കഴിവ് കിട്ടിയതുകൊണ്ടാകാം. ചിലപ്പോൾ നല്ലൊരു കമ്പനി കണ്ടെത്തുകയും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടാവാം. പക്ഷേ അതത്ര എളുപ്പമല്ല. നല്ലൊരു കമ്പനി കണ്ടെത്തുക എന്നുള്ളത് താരതമ്യം എളുപ്പമാണെങ്കിലും നമ്മൾ കണ്ടെത്തിയ കമ്പനി ഉയർന്നു പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഏകദേശം ഒരു 15 വർഷമായിട്ട് ഞാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ തലയും കുത്തി മറിയുകയാണ്. ഇഷ്ടംമാതിരി അതുപോലത്തുള്ള കമ്പനികൾ കണ്ടെത്തിയിട്ടുണ്ട്, നല്ല രീതിയിൽ കയറിപ്പോയിട്ടുള്ള കമ്പനികൾ. പക്ഷേ അത് കയറിപ്പോകോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല, ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ചെറുതായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ലാഭം കിട്ടുന്നുണ്ടാവും, പക്ഷേ ഭീകരമായിട്ടൊരു വെൽത്ത് ക്രിയേഷൻ നടക്കണമെന്നില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. ഇപ്പം മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ധൈര്യത്തോടു കൂടി വലിയ എമൗണ്ടുകൾ ഇടാൻ പറ്റും. 10 ലക്ഷവും 20 ലക്ഷവും 1 കോടിയും 2 കോടിയും 5 കോടിയും മ്യൂച്വൽ ഫണ്ടിൽ ഇടാൻ പറ്റും. എന്നാൽ ഒരു സ്റ്റോക്കിൽ അത് ഇടാൻ പറ്റില്ല. അതാണ് വ്യത്യാസം. കാരണം ആ കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ് ഏൺഡ് മണി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അപൂർവമാണെങ്കിൽ പോലും 1% കമ്പനിയെങ്കിലും ഡീലിസ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. യെസ് ബാങ്ക് പോലെ വളരെയധികം താഴേക്ക് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ എമൗണ്ട് ഒരു കമ്പനിയിൽ നിക്ഷേപിക്കുക, അല്ലെങ്കിൽ 10 കമ്പനി നിക്ഷേപിക്കുക? അതിന് ലിമിറ്റുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം സ്റ്റോക്കുകളിൽ ഹ്യൂജായിട്ട് ഇൻവെസ്റ്റ് നടത്തുന്ന ആൾക്കാരാണ് ഈ മ്യൂച്വൽ ഫണ്ട്സ്. അവരറിയാതെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും നടക്കുകയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉള്ള കമ്പനികളെ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയില്ല. നമ്മളറിയുന്ന കഴിഞ്ഞും നേരത്തെ കാര്യങ്ങളൊക്കെ അവർക്കറിയാം. ഓക്കെ, ഇത് ഞാൻ ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് 1 കോടിയിലേക്കും, ഈ 1 കോടി പിന്നീട് 45 കോടിയാകാൻ ഈ പറയുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യത്തെ 1 കോടി നേടാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അത് നേടിക്കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങൾ ഈസിയാണ്. അതെങ്ങനെയാണെന്നും പറഞ്ഞുതരാം. അതായത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആദ്യത്തെ 1 കോടി നേടാനായിട്ട് നമുക്ക് കുറേ സമയം വേണ്ടി വരും. എന്നാൽ അത് കഴിഞ്ഞിട്ട് 1 കോടി നേടാൻ, അതായത് ഈ 1 കോടി 2 കോടിയാക്കാനായിട്ട് നമുക്ക് അത്രയും സമയം വേണ്ട. ഈ 2 കോടി 3 കോടിയാക്കാനായിട്ട് അത്രയും കൂടിയും സമയം വേണ്ട. അപ്പോൾ അത് വീഡിയോയുടെ 2ാം ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബുക്കും പേപ്പറും ഒക്കെ എടുക്കുക, പ്രധാന പോയിന്റുകൾ എഴുതി വെക്കുക. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങളുടെ ലക്ഷ്യത്തെ സാധൂകരിക്കും. മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഐ ബട്ടണിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മ്യൂച്വൽ ഫണ്ട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിലാക്കി ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് അറിവ് അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. എപ്പിസോഡ് കണക്കാക്കിയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇത് ഏത് എപ്പിസോഡാണെന്ന് നോക്കണം. എന്തായാലും തമ്പനയിൽ എപ്പിസോഡ് നമ്പറുണ്ട്. അതുപോലെ ഏഞ്ചൽ 1, അസറ്റ് പ്ലസ്, അപ്സ്റ്റോക്സ് ഇവയിലൊക്കെ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് എടുത്തതിന് ശേഷം എന്നെ വാട്സപ്പിൽ അറിയിക്കുക. വാട്സപ്പ് നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുത്താൽ മതി. എന്നിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ
കാര്യങ്ങളൊന്ന് പറയുക കേട്ടോ. എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എത്ര നാളത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഏതൊക്കെ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നും മറ്റുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എത്ര രൂപ വെച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ചാൽ തന്നെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പലരും. അത് മിക്കപ്പോഴും ഒരു 90% അത് കറക്റ്റായിട്ടല്ല അവർ ചെയ്യുന്നത്. കാരണം അവർക്കത് കറക്റ്റായിട്ട് ചെയ്യാനുള്ള ഒരു അറിവോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ എന്നെപ്പോലെയുള്ളവർക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ലൈസൻസ് ഉള്ളത് കൊണ്ട്, അതുപോലെ തന്നെ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ടും നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. തീർച്ചയായിട്ടും നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അഭിപ്രായത്തിലും അവർക്ക് നേട്ടം കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുക. അതാണ് നമ്മുടെ ഡ്യൂട്ടി. അത് ഏറ്റവും സത്യസന്ധമായിട്ടും ഏറ്റവും നല്ല രീതിയിലും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതായിട്ട് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് അറിയില്ലാത്തവർ കേട്ടോ, ഇപ്പം നല്ല അറിവും കാര്യങ്ങളും ഉള്ളവരാണെങ്കിൽ ഓക്കെ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അറിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. ചിലവരുടെ പോർട്ട്ഫോളിയോ ഞാനങ്ങനെ കണ്ടു, അപ്പം അത് റിട്ടേണെ ബാധിക്കും. എന്തായാലും നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് പോയിന്റിലേക്ക് പോവുകയാണ്. ഒരു മാസം ഒരു 3000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാൾക്കുള്ളത് എന്ന് വിചാരിച്ചോളൂ. അദ്ദേഹത്തിന് 1 കോടിയാകാനായിട്ട് 30 വർഷം പിടിക്കും. നമ്മളിവിടെ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 12% വെച്ചിട്ടാണ്. നിഫ്റ്റിയുടെ ആവറേജ് റിട്ടേൺ ആണ് 12%. ഇനി ഞാനൊരു സംഭവം കൂടെ പറയാം. ഈ റിട്ടേൺ കൂട്ടാനാണ് ശ്രമിക്കേണ്ടത്. 12% റിട്ടേൺ എന്നുള്ളത് ലോങ് റണ്ണിലേക്ക്, ഇപ്പോൾ 30 വർഷത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളാകുമ്പോൾ നമുക്കൊരു 30% റിട്ടേൺ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. 25, 20 ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ പോലും ഇതൊരു 15, 16, 17 ആ ഒരു ശതമാനത്തിലേക്ക് പോകണം. ചില സമയങ്ങളിൽ നമ്മുടെ റിട്ടേൺ 30% ആകാറുണ്ട്. എപ്പോഴാണ് അങ്ങനെയാകുക? മാർക്കറ്റ് ഹൈയിൽ നിൽക്കുമ്പോൾ. മാർക്കറ്റ് അതിൻ്റെ എവർ ഹൈ ഉണ്ടല്ലോ. ഇപ്പോഴത്തെ എവർ ഹൈ എത്രയാണ്? 26,300 അല്ലേ? എക്സാക്റ്റ് 300 അല്ല, 300 താഴെയാണ്. 300 കണക്ക് കൂട്ടാം. അപ്പോൾ 26,300 മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് എത്രയാണോ നമ്മുടെ റിട്ടേൺ കാണിക്കുക, അതൊരിക്കലും ഈ 12% ആയിരിക്കരുത്. എത്രയാവണം അത്? 15, 20% ആവണം. അങ്ങനെ അല്ലെങ്കിൽ അതങ്ങനെ ആവാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുക. അതിനും സൂത്രപ്പണികളുണ്ട്, വീഡിയോ പുറകെ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതെല്ലാം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാൽക്കുലേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണിക്കുന്നത് 12% എന്നാണ്. അപ്പോൾ നമ്മൾ എത്ര രൂപയാണ് മൊത്തം ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇവിടെ കാണാൻ പറ്റും 10.80 ലാക്സ്, അതായത് 11 ലക്ഷത്തിന് താഴെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന 1 കോടിയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഗെയിൻ എന്ന് പറയുന്നത് 95,10,000 അല്ലേ? 95 ലക്ഷം കൂട്ടിക്കോ, 95 ലക്ഷമാണ്. ഇവിടെ 1 കോടിയുടെ മുകളിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1 കോടി 6 ലക്ഷം അല്ലേ? അതെ, 6 ലക്ഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ ആകെ നിക്ഷേപിച്ചിരിക്കുന്നത് 11 ലക്ഷമാണ്. അതിന് താഴെയാണ് നമുക്ക് നേട്ടം മാത്രം 95 ലക്ഷം കിട്ടി. ഇതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ബ്യൂട്ടി. ഇതിനെന്താ പറയുക? പവർ ഓഫ് കോമ്പൗണ്ടിങ്. ഇവിടെ നമ്മുടെ റിട്ടേൺ നോക്കുക. ഇത് നിഫ്റ്റി ലോങ് റണ്ണിൽ തന്നിട്ടുള്ള ആ റിട്ടേൺ 12% മാത്രമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ടാണ് ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് അനുസരിച്ചിട്ട് നമുക്ക് ഇത്രയും വലിയ നേട്ടം കിട്ടിയിരിക്കുന്നത്. ഈ ഗ്രാഫ് നോക്കിയാലും അത് മനസ്സിലാവും. നീല കളർ കണ്ടില്ലേ? ഈ നീല കളറാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ താഴെ ഇങ്ങനെ കാണാൻ പറ്റും. ഇത് വർഷം ചെല്ലുന്തോറും നീല കളറ് ഒരേ ലെങ്ത് തന്നെയാണ്, അല്ലെങ്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ പച്ച കളർ എന്ന് പറയുന്നത് ഗെയിനാണ്. അപ്പോൾ ഈ പച്ച കളർ നോക്കിക്കേ, ഇത് ഭയങ്കരമായിട്ട് കൂടുന്ന കണ്ടില്ലേ? പച്ച കളർ കാലം മുന്നോട്ട് പോകുന്തോറും നമ്മുടെ ഗെയിൻ കൂടിക്കൊണ്ടിരിക്കും. അത് കോമ്പൗണ്ടിങ് എഫക്റ്റാണ്. അത് മാജിക്കൊന്നുമല്ല. നമ്മൾ ആദ്യം നിക്ഷേപിച്ച നിക്ഷേപത്തിന് ഗെയിൻ കിട്ടുന്നുണ്ട്. ആ ഗെയിനിന് കൂടി വീണ്ടും ഗെയിൻ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണിത്. പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയും. അത് നമ്മൾ നിക്ഷേപിച്ച തുകയെ കഴിഞ്ഞ് വളരെ കൂടുതലായിരിക്കും കാലം ചെല്ലുന്തോറും. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? 3000 രൂപ 30 വർഷം നിക്ഷേപിച്ചാലാണ്, അതായത് മന്ത്ലി SIP കേട്ടോ, മന്ത്ലി SIP ആണ് നമുക്ക് 1 കോടി രൂപ ലഭിക്കുക. രണ്ടാമത്തെ കേസ് നോക്കൂ. നമുക്ക് ഈ 1 കോടി രൂപ 30 വർഷമൊന്നും നിക്ഷേപിക്കാൻ പറ്റില്ല. അപ്പോഴത്തേനും നമുക്ക് പ്രായമാകും. ഇപ്പോൾ ചെറുപ്പക്കാർക്ക് ചിന്തിക്കാതെ, പക്ഷേ എല്ലാവർക്കും പെട്ടെന്ന് വേണമെന്നാണ്. മ്യൂച്വൽ ഫണ്ടിൽ നിന്നുള്ള ലാഭം പെട്ടെന്ന് വേണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഈ പച്ച കളറുള്ള ഭാഗമുണ്ടല്ലോ, അത് കുറയും. ഇത് മുന്നോട്ട് പോകുന്തോറും ആണാകുന്നത്. ഇപ്പം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ട് പിൻവലിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കുറച്ച് നേട്ടം കാണുമ്പോഴത്തേനും, ഒരു 10-20% നേട്ടം കാണുമ്പോഴത്തേനും അവരങ്ങ് പിൻവലിക്കുന്നു. ഒരിക്കലും നമുക്ക് ആ ലാഭത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് പിൻവലിക്കരുത്. നഷ്ടത്തിലുള്ളത് വേണമെങ്കിൽ വിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാം, ഓക്കെയാണ്. പോർട്ട്ഫോളിയോ റീബാലൻസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം നമ്മൾ പണ്ട് മണ്ടത്തരം കാരണം എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അത് റീബാലൻസ് ചെയ്യാം. അത് മിക്കവരും ചെയ്തിട്ടുണ്ടാകും, ഞാനും ചെയ്തിട്ടുണ്ട്. എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഇപ്പോൾ ആ ഫണ്ടുകളുണ്ട്. ഞാനത് റീബാലൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭത്തിൽ ഫണ്ട് ഉണ്ടെങ്കിൽ അത് വിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിലാണ് കാലം ചെല്ലുന്നതോറും ഈ ഒരു സംഭവം കിട്ടുള്ളൂ, ഈ പച്ച കളറ് കൂടുള്ളൂ.
ഇവിടെ നോക്കൂ, 25 വർഷം കൊണ്ട് 1 കോടി ലഭിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5500 രൂപയാണ് മന്ത്ലി. 5 വർഷം നമ്മളിവിടെ ലാഭിച്ചു കേട്ടോ. 5 വർഷം ലാഭിച്ചപ്പോൾ നമ്മൾ SIPയിൽ എത്ര രൂപ കൂട്ടി? 2500 കൂട്ടി. ആദ്യത്തേതിൽ 3000 രൂപയായിരുന്നു, രണ്ടാമത്തേതിൽ 5500 രൂപയാണ്. അപ്പോൾ നമ്മൾ 5 വർഷം കുറച്ചു. എക്സ്പെക്റ്റഡ് റിട്ടേൺ സെയിം തന്നെയാണ്. ഇത് മാറ്റിയിട്ടുള്ള കാൽക്കുലേഷൻസ് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇത്രയും പഠിച്ച് മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു എക്സ്പെക്റ്റേഷനിൽ പോയാൽ മതി. കൂടുതൽ കിട്ടുമ്പോൾ സന്തോഷം. എപ്പോഴും ഒന്നും കൂടുതൽ കിട്ടില്ല. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ മ്യൂച്വൽ ഫണ്ടും താഴേക്ക് പോകും. അപ്പോൾ റിട്ടേൺ കുറവായിരിക്കും. പക്ഷേ മാർക്കറ്റ് എവർ ഹൈ ആകുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി. അങ്ങനെ ഹൈ ആയി മുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ റിട്ടേൺ കൂടുന്നുണ്ടോ നോക്കിയാൽ മതി. അങ്ങനെ കൂടുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള പാതയിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന ഒരു 20% അതിൻ്റെ മുകളിലൊക്കെ വേണം കേട്ടോ. ശ്രമിച്ചാൽ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഇതിൽ നിന്നൊക്കെ അകന്ന് പോകുന്നുണ്ട്, കൂടി വരുന്നുണ്ട്. നമുക്ക് നോക്കാം, എവർക്ക് എത്തുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 16.50 ലക്ഷമാണ്. 16.5 ലക്ഷം രൂപയാണ്. മെച്യൂരിറ്റി വാല്യൂ 1 കോടിയാണ്. നേട്ടം നമുക്ക് കിട്ടിയിരിക്കുന്നത് 87.87 ലക്ഷമാണ്. ഇവിടെ നോക്കൂ, നേട്ടം കുറഞ്ഞിരിക്കുന്ന കണ്ടില്ലേ? നേരത്തെ 95 ലക്ഷം നേട്ടം കിട്ടിയായിരുന്നു. എന്നാൽ നമ്മുടെ ഇൻവെസ്റ്റ് എമൗണ്ട്, അതായത് ഇൻവെസ്റ്റ് എമൗണ്ട് കുറവായിരുന്നു. മന്ത്ലി SIPയും കുറവായിരുന്നു, ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റും കുറവായിരുന്നു. ആദ്യത്തെ ഇതിൽ 11 ലക്ഷത്തിന് താഴെയല്ല ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ 95 ലക്ഷത്തോളം നേട്ടം കിട്ടി. ഇവിടെ അത് 87.87 ലക്ഷമാണ്. അതായത് ഇവിടെ ഈ 5 വർഷം കുറഞ്ഞപ്പോൾ പവർ ഓഫ് കോമ്പൗണ്ടിങ് ശകലം കുറഞ്ഞു. ശകലമാണ് കുറഞ്ഞിട്ടുള്ളൂ, കൂടുതൽ കുറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ പച്ചയും നീലയും കാണുമ്പോൾ മനസ്സിലാവും. കുറച്ച് കുറഞ്ഞു എന്ന് വെച്ച് മൊത്തം കുറഞ്ഞിട്ടില്ല. മൂന്നാമത്തെ സിനാരിയോ, 20 വർഷം കൊണ്ട് നമുക്ക് 1 കോടി രൂപ വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് 10,000 രൂപ പെർ മന്താണ്. SIP ആണ്. ഇവിടെ മെച്യൂരിറ്റി വാല്യൂ നോക്കുക, 99.91 ലക്ഷമാണ്. അപ്പോൾ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഇടയ്ക്ക് ചെയ്തു കേട്ടോ. ചെറിയൊരു ലംസം ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ ചെയ്തു. ഇവിടെ ഒരു കുറച്ച് കുറവുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ആ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. 10,500 ആകുമ്പോഴത്തേനും ഇത് ഒരുപാട് വ്യത്യാസം വരും. 1 കോടിയുടെ മുകളിലേക്ക് പോവാം, വളരെയധികം മുകളിലേക്ക് പോവാണ്. ചെറിയ വ്യത്യാസം കുഴപ്പമില്ല, വളരെയധികം മുകളിലേക്ക്. അതുകൊണ്ട് ഞാൻ പിന്നെ 10 തന്നെ ആക്കി. അപ്പോൾ 10 വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 20 വർഷം കൊണ്ട് നമുക്ക് 1 കോടി രൂപ നേടുന്നു. അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 24 ലക്ഷമാണ്. ഇവിടെ അത് കൂടുന്നുണ്ട്, കണ്ടില്ലേ? ഇൻവെസ്റ്റഡ് എമൗണ്ട് കൂടുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാലാവധി കുറയുന്നുണ്ട്. ഗെയിൻ എന്ന് പറയുന്നത് 76 ലക്ഷം. അപ്രോക്സിമേറ്റ്ലി എത്ര കൂട്ടാം? 75.91 76 ലക്ഷം. എന്നാലും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. ഇനി നമുക്ക് 15 വർഷമായിട്ട് കുറച്ചു. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാലാവധി 15 വർഷമായിട്ട് കുറച്ചു. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് നോക്കി 20,000 രൂപ. നേരത്തെ 10,000 ആയിരുന്നു. നമ്മൾ 3,000 വെച്ച് വരെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1 കോടി ആക്കിയിട്ടുണ്ടല്ലേ. അപ്പോൾ അത് എത്ര നാളാണ്? 30 വർഷമാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ പകുതിയായി, അതായത് 15 വർഷമായി. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 20,000 രൂപ SIP ചെയ്താലാണ് നമുക്ക് 1 കോടി കിട്ടുള്ളൂ. 1 കോടി 1 ലക്ഷമുണ്ട്. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 36 ലക്ഷമാണ്. ഇവിടെ ഗെയിൻ എന്ന് പറയുന്നത് 64.92 ലക്ഷമാണ്. ഏതാണ്ട് ഒരു 65 ലക്ഷമായിട്ട് കൂട്ടാം. ഇപ്പോൾ നോക്കൂ, ഈ ഒരു ഭാഗത്ത് നമുക്ക് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് കുറവായിട്ടാണ് കാണുക അല്ലേ. ഇവിടെ ഈ 1 വർഷമൊക്കെ നോക്കൂ, ഇതൊക്കെ 1 വർഷമാണ്. ഈ 1 വർഷമൊക്കെ നോക്കൂ, ഇവിടെയൊന്നും പവർ ഓഫ് കോമ്പൗണ്ടിങ് ഇല്ല. അടുത്തതിൽ ചെറുതായിട്ട് വരുന്നുണ്ട്, 2ാമത്തെ വർഷം. 3ാമത്തെ വർഷം കുറച്ച് വരുന്നുണ്ട്. അതായത് ഈ പച്ച കളറാണ് കേട്ടോ നോക്കണ്ടേ. നീല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താണ്, പച്ച നമുക്ക് കിട്ടുന്ന നേട്ടമാണ്, ഗെയിനാണ്. അടുത്ത വർഷം, അതായത് 4ാമത്തെ വർഷമാണിത്. 5ാമത്തെ വർഷം നോക്കൂ, 6ാമത്തെ വർഷം നോക്കൂ, 7ാമത്തെ വർഷം നോക്കൂ. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അവിടെ കിടന്നാൽ മാത്രമേ നമുക്ക് ഈ കോമ്പൗണ്ടിങ് എഫക്റ്റ് കിട്ടുള്ളൂ, പൈസ വളരുള്ളൂ. ലോകത്തിലെ 8ാമത്തെ വണ്ടറാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. അപ്പോൾ ആ സംഭവം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ 7ാമത്തെ വർഷം കണ്ടല്ലോ, 8ാമത്തെ വർഷം, 9ാമത്തെ വർഷം, ഓരോന്നും ഓരോ വർഷമാണ്. 10ാമത്തെ വർഷം കണ്ടില്ലേ, വ്യത്യാസം കണ്ടില്ല. അത് മുന്നോട്ട് പോകുന്തോറും ഈ നേട്ടം നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം. പിന്നീട് നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ, ഇപ്പോൾ 10-15 വർഷം കഴിഞ്ഞ് ആവശ്യമുള്ളപ്പോൾ ഈ നേട്ടത്തിൻ്റെ ശകലം മുറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുതലിനോ അല്ലെങ്കിൽ ഒന്നും പറ്റില്ല. അപ്പോൾ ഈ പൈസ ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ. പൈസ കുറച്ച് ഇങ്ങനെ ആയതിനു ശേഷം ഇത് മുറിച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ ഒരു കാറ് വാങ്ങാം, കുറച്ച് മുറിച്ചിട്ട് ഒരു വീട് വെക്കാം. വളരാൻ അനുവദിക്കണം കേട്ടോ, കുറേശ്ശേ മുറിക്കാവുള്ളൂ. കാരണം ഈ മുറിക്കുന്നതൊക്കെ നമുക്ക് കിട്ടിയ നേട്ടമാണ്. ആ നേട്ടം മൊത്തമായിട്ടൊക്കെ മുറിക്കുന്നൊന്നുമില്ല. കാരണം ആ നേട്ടം അവിടെ കിടന്നാലാണ് വീണ്ടും അത് വളരുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ നടക്കണം അല്ലേ. ചില ആൾക്കാരുണ്ട് 40,000 രൂപ സാലറി ഉണ്ടെന്ന് കൂട്ടിക്കോളൂ, 40,000. ഇനി 20,000 എങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അവർ പറയും എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, നമ്മൾ പണിയെടുക്കുന്നത് എന്തിനാണ്? ജീവിക്കാൻ വേണ്ടിയാണ്. ആ പൈസ ഇപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് നല്ല പ്രായത്തിൽ ജീവിക്കാതെ പിന്നെ വയസ്സാം കാലത്ത് അതുകൊണ്ട് എന്ത് ചെയ്യാനാണ്? ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, പൈസ ചിലവാക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ചിലവാക്കിയാണ്.
അങ്ങനെ പറയുന്നവർ ഇൻഫ്ലേഷൻ കൂടി ആലോചിക്കണം. കുറേ നാൾ കഴിയുമ്പോൾ ഈ ആരോഗ്യം നിങ്ങൾക്കുണ്ടാവില്ല എന്നും കൂടി ആലോചിക്കണം. അന്ന് നമുക്ക് ജീവിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ സമ്പാദിച്ച് വെക്കുന്നത് എന്ന് വെച്ച് നമ്മൾ പട്ടിണി കിടന്നോ അങ്ങനെ സമ്പാദിക്കണം എന്നല്ല. നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ചിലവ് ചുരുക്കാനുള്ള വഴികളൊക്കെ നമുക്ക് കിട്ടും. അത് പട്ടിണി കിടന്നിട്ടല്ല ഒരിക്കലും. ഇപ്പം ഞാനിപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഇൻ്റർവ്യൂ കാണുന്നതാണ്. ഡെയിലി ബേസിൽ തന്നെ ഇൻ്റർവ്യൂ, ക്ലാസ്സുകൾ, മ്യൂച്വൽ ഫണ്ടിൻ്റെ സംഭവങ്ങൾ ഇതെല്ലാം അറ്റൻഡ് ചെയ്യുന്നതാണ്. അത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. ചിലത് ഗവൺമെൻറ്റിൻ്റെ ഇതിൽ ഉള്ള ക്ലാസ്സുകളും ചെയ്യേണ്ടി വരും. ഇടയ്ക്കാണ്, അതെപ്പോഴും ഇല്ല, ഇടയ്ക്കാണ്. എന്നാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ സ്വന്തം ഇഷ്ടത്തിന് വലിയ ഇൻവെസ്റ്റേഴ്സ് 100 കോടി 50 കോടി ഇങ്ങനെ ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇവരുടെ കാര്യങ്ങളെല്ലാം ഇൻ്റർവ്യൂവിലും മറ്റുമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അവർ ഈ മേഖലയിൽ പ്രഗത്ഭരായതുകൊണ്ട് തന്നെ അവർ നേരത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും നേരത്തെ റിട്ടയർ ആകുകയും ലോകം മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പൈസ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമ്മളെപ്പോഴും ആലോചിക്കണം. നിങ്ങൾ പറയുന്നത് പോലെ നമ്മളിപ്പോൾ കിട്ടിയ പൈസ എല്ലാം കൂടെ നമ്മളങ്ങ് ചിലവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നീല കളറ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഈ പച്ച കളറ് ഇവിടെ ഉണ്ടാവില്ല. കാരണം നമ്മൾ അധ്വാനിക്കുന്നു, ആ പൈസ നമ്മളെടുത്ത് ചിലവാക്കുന്നു. പക്ഷേ ഈ പച്ച കളറ് നമുക്കിവിടെ ഉണ്ടാകണം. അതായത് പാസീവ് ഇൻകം. നമ്മുടെ പണം നമുക്ക് വേണ്ടി പണിയെടുക്കുന്നു, എന്നിട്ട് ആ പണത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഈ പാസീവ് ഇൻകം ഉപയോഗിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നെ പണിയെടുക്കണ്ട. സാധാരണക്കാരന് പറ്റും. ഞാൻ 3000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞല്ലോ, പക്ഷേ കാലാവധി കൂട്ടണമെന്നേ ഉള്ളൂ. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവുമാണ്, കാലാവധിയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് കൂടുതൽ നാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഒരിക്കലും ആ നേട്ടത്തിലേക്ക് എത്തില്ല. അപ്പോൾ എവിടെയെങ്കിലും വിട്ടുവീഴ്ച ചെയ്തേ പറ്റും. ഒന്നെങ്കിൽ കാലാവധി കൂട്ടുക, പൈസ കുറയ്ക്കുക, അല്ലെങ്കിൽ പൈസ കൂട്ടുക, കാലാവധി കുറയ്ക്കുക. ഓക്കെ, ഞാനീ പറയുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതറിയാവുന്നവർക്കറിയാം. കുറേ പേർക്കെങ്കിലും ഒരു വെളിച്ചം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ചിലവർ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ എങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ സ്ലൈഡ് കാണിച്ചങ്ങ് പോയാൽ മതിയായിരുന്നു. പക്ഷെ കുറേയൊക്കെ സ്വന്തം നമുക്ക് തോന്നണം, സ്വന്തം നമുക്ക് ചിന്തിച്ച് അത് തോന്നണം. അത് നമുക്ക് രണ്ടാമത്തെ ഭാഗത്ത് എത്തുമ്പോൾ കറക്റ്റായിട്ട് തോന്നും. 1 കോടി രൂപ 45 കോടി ആകുന്ന ആ ഒരു സമയ പീരീഡ് അത് എത്രത്തോളം, 1 കോടി 2 ആകുന്നു, 2 3 ആകുന്നു, അത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് അതിൻ്റെ സംഭവം മനസ്സിലാവും. പിന്നെ അടുത്തത് ഈ എക്സ്പെക്റ്റഡ് റിട്ടേൺ കൂട്ടിയിട്ടുള്ള സ്ലൈഡാണ്. അത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അത് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം. ഈ വീഡിയോ തന്നെ ലെങ്തിയാണ്, പക്ഷേ ഇത് ഇങ്ങനെ തന്നെ കാണണം, ഒരുമിച്ച് കാണണം. കഷ്ണം കഷ്ണമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഫീലിംഗ് പോകും. ഓക്കെ, എന്തായാലും 15 വർഷത്തെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് 10 വർഷം കൊണ്ട് എങ്ങനെ 1 കോടി നേടാം, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം നോക്കാം. ഇവിടെ നോക്കൂ, 10 വർഷം കൊണ്ട് 1 കോടി നേടണമെങ്കിൽ നമ്മൾ മാസം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് 45,000 രൂപയാണ്. അതായത് SIP 45,000 രൂപയാണ്. 10 വർഷമാണ്, 12 എക്സ്പെക്റ്റഡ് റിട്ടേൺ. 1 കോടി 5 ലക്ഷം രൂപ. ഓക്കെയാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നോക്കൂ, 54 ലക്ഷവും നമുക്ക് കിട്ടിയിരിക്കുന്ന ഗെയിൻ 50 ലക്ഷത്തിന് മുകളിലുമാണ്. ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടാണ് ഇവിടെ കൂടുതൽ. പവർ ഓഫ് കോമ്പൗണ്ടിങ് നോക്കൂ, ഇതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ അത്ര തന്നെ കിട്ടി. 10 വർഷം കൊണ്ട് മോശമൊന്നുമില്ല. 10 വർഷം കൊണ്ട് ഓൾമോസ്റ്റ് ഡബിളായെന്ന് പറയാം അല്ലേ. മോശമൊന്നുമില്ല, 12% റിട്ടേൺ ഉള്ളൂ. ഇത് നമുക്ക് കൂട്ടണം, ഈ സാധനം കൂട്ടണം. നമുക്ക് പിന്നീട് നോക്കാം. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഇത്രയും വേണ്ട. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ കണ്ടു. ഇനി നമുക്ക് അടുത്ത് നോക്കാം. 5 വർഷം കൊണ്ട് 1 കോടി. 5 വർഷം കൊണ്ട് 1 കോടി ആവാനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട തുക എന്ന് പറയുന്നത് 1.30 lakhs പെർ മന്താണ്. അപ്പോൾ ഇത് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ല മ്യൂച്വൽ ഫണ്ടിൽ സ്പ്ലിറ്റായിട്ട് അലോക്കേഷൻ നോക്കിയിട്ട് ചെയ്യണം. ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്ന് വെച്ച് ആ ഒരു ഫണ്ടിൽ മാത്രം പോകരുത്. പല കാറ്റഗറിയിലുള്ള ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളും ഈ 1.30 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്നയാളും ഇവർക്ക് രണ്ടും ഒരേ ഫണ്ടല്ല കേട്ടോ. ഒരേ ഫണ്ടുണ്ട്, ഇത് ഈ കോമൺ ഉണ്ട്. 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് 4 ഫണ്ടിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. എന്നാൽ 1.30 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ 5 ഫണ്ടാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ 5 വർഷത്തെ ഇതുവരെയാണ് കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതുപോലെ ലംസം ഇൻവെസ്റ്റ്മെൻറ്റും ഇതിൽ നമ്മൾ കൂട്ടിയിട്ടില്ല. അപ്പോൾ ഈ 1.30 ലക്ഷം പെർ മന്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നയാൾക്ക് 5 വർഷം കൊണ്ട് തന്നെ ഒരു CR അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് 78 ലക്ഷമാണ്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഗെയിൻ എന്ന് പറയുന്നത് 29.23 ലക്ഷമാണ്. അത് കുറവാണ് എന്ന് ഇവിടെ കാണാം. നോക്കൂ, അത് കുറവ്. അത് പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക് ആണെങ്കിൽ തന്നെ 5 വർഷത്തിന് മുകളിൽ നിൽക്കണം. അപ്പോൾ 5 വർഷം കഴിഞ്ഞ് നമ്മളിത് പിൻവലിക്കാതിരുന്നാൽ മതി. അത് പിൻവലിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം വളരുന്നുണ്ട് എന്ന് നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ കാണാൻ പറ്റും. എന്തായാലും അത് നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക, 5 വർഷം കൊണ്ടാണ് ഇത് 1 കോടി ആയത്. 1 കോടി 7 ലക്ഷം ഉണ്ട്. ഇത് 2 കോടിയാകാനായിട്ട് അപ്പോൾ എത്ര വർഷം വേണം?
1,07,00,000. അപ്പോൾ 2,14,00,000 രൂപയാകാനായിട്ട് 5 വർഷമല്ലേ വേണ്ടത്? ശരിക്കും 5 വർഷം വേണ്ട, നമുക്ക് 2 വർഷം അവിടെ ലാഭിക്കാൻ പറ്റും. അതാണ് കോമ്പൗണ്ടിങ് എഫക്റ്റ്. അപ്പോൾ ആദ്യത്തെ 1 കോടി നേടാൻ മാത്രമാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുള്ളത്. രണ്ടാമത്തെ കോടി നേടാനായിട്ട് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം 2 വർഷമാണ് നമ്മളവിടെ ലാഭിക്കുന്നത്. നോക്കാം, നമുക്ക് സ്ലൈഡ് കാണാം. നോക്കൂ, 2,10,00,000 രൂപ. എത്ര നാൾ കൊണ്ടാണ്? 8 വർഷം കൊണ്ടാണ്. നമ്മൾ വേറെ ഒന്നും മാറ്റിയിട്ടില്ല, മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റിയിട്ടില്ല. ഇതിപ്പോൾ ചെറിയ പൈസ ഉള്ളവർക്ക് അത് ചെയ്യാൻ കേട്ടോ. ഞാനിപ്പോൾ ലാസ്റ്റ് സ്ലൈഡ് ഇതായതുകൊണ്ട് ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ പൈസയാണെങ്കിലും അതിന് തത്തുല്യമായ ആ ഒരു ഡബിൾ ആകാനായിട്ട് ഈ പറയുന്ന 3 വർഷം മതിയാവും. അപ്പോൾ ഇവിടെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പിൻവലിക്കാതെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 2 കോടിക്ക് 3 വർഷം കൂടെ എക്സ്ട്രാ മതി. ചിലവർ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നിർത്തും, അതായത് SIP അവിടെ നിർത്തിയിട്ട് ആ പൈസ അവിടെ വളരാനിടും. അങ്ങനെയുണ്ട് കേട്ടോ. അതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് വേറെ ഒരു വീഡിയോയിൽ കാണിക്കാം. എല്ലാം കൂടെ ഇതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവില്ലേ. ഇനി ഈ 2 കോടി 3 കോടി ആവാനായിട്ട് എത്ര നാൾ പിടിക്കും നമുക്ക് നോക്കാം. നോക്കൂ, 10 വർഷം. അതായത് അപ്പോൾ 3 കോടി ആയത് അല്ലേ? അപ്പോൾ അതായത് 5 വർഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 1 കോടി, വീണ്ടും 5 വർഷം ഇൻവെസ്റ്റ് ചെയ്തപ്പം ആ 1 കോടി ഡബിൾ ആയില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ശരിക്കും 5 വർഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 1 കോടി, അപ്പോൾ അടുത്ത ഒരു 5 വർഷം കൂടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 2 കോടിയാണ് ആവേണ്ടത്. അത് ഇവിടെ നമുക്ക് 3 കോടി ആയിട്ടുണ്ട്. 1 കോടി നമുക്ക് ഫ്രീ കിട്ടി. അടിപൊളിയല്ലേ? അപ്പോൾ ഇതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് 1.56 crore. നമുക്ക് ലഭിക്കുന്ന ഗെയിന് ഏകദേശം 1.46 crore. ടോട്ടൽ 3.02 crore. പക്ഷേ സെയിം SIP 10 വർഷം കണ്ടിന്യൂ ചെയ്തപ്പം അതിൻ്റെ ഒരു വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് അത്രയും കിട്ടും, 1 കോടിയെ കിട്ടും. 10 വർഷമായപ്പോൾ അത് 3 കോടിയെ, 2 കോടിക്ക് പകരം 3 കോടിയെ. നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും അതിൻ്റെ ഗെയിനിനും റിട്ടേൺ കിട്ടുന്നതുകൊണ്ടാണ് ഈ ഒരു സംഭവം വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് പറയും മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് പറ്റുന്ന അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോവുക. പറ്റാത്ത സമയത്ത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ട് വളരാൻ അനുവദിക്കാം, പിന്നീട് അതിൻ്റെ ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. നമുക്ക് ഈ ഒരു 3 കോടി 4 കോടി ആകാനായിട്ട് എത്ര നാളെടുക്കുമെന്ന് നോക്കാം. 12 വർഷം. വീണ്ടും ഒരു 2 വർഷം കൂടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് 4.19 കോടിയാണ് ആകുക. ഇപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്തതിനെ കഴിഞ്ഞ് കൂടുതൽ ഗെയിനിലേക്ക് പോയി. 1.87 crore നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന ഗെയിൻ, അതായത് നേട്ടം മാത്രം 2.32 crore ഉണ്ട്. അതായത് ഇതിൻ്റെ മുകളിലേക്ക് അത് പോയിരിക്കുന്നു, റിട്ടേൺ പോയിരിക്കുന്നു. അങ്ങനെ ടോട്ടൽ 4 കോടിയാവുന്നു. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാലാവധി 12 വർഷമാണ്. അപ്പോൾ 5 വർഷത്തിൽ നിർത്തിയാലോ? അത് ആലോചിച്ച് നോക്കി. 5 വർഷത്തിൽ നിർത്തി 1 കോടിയേ കിട്ടുള്ളൂ. അപ്പോൾ അത് നിർത്തിയില്ല, മുന്നോട്ട് ഒരു 7 വർഷം മുന്നോട്ട് പോയപ്പോൾ തന്നെ അത് 4 കോടിക്ക് മുകളിലായിട്ട് വളർന്നിട്ടുണ്ട്. ഇനി നമുക്ക് 5 കോടി ലഭിക്കാനായിട്ട് എത്ര നാൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നോക്കാം. 14 വർഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 5 കോടി അല്ല ലഭിക്കുക 5.5 കോടി അതിൻ്റെ മുകളിലേക്ക് പോയി 5.67 കോടി, അതായത് 5.67 crore. 5 കോടിയും 67 ലക്ഷവും ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഇൻവെസ്റ്റഡ് എമൗണ്ട് 2.18 crore ആണ്. പക്ഷേ ഗെയിൻ അതിനെ കഴിഞ്ഞൊക്കെ വളരെയധികം ബഹുദൂരം മുന്നോട്ട് പോയി 3.49, അതായത് 3.5 കോടി തന്നെ നമ്മുടെ ലാഭമാണ്. അത് നമുക്കിവിടെ ഗ്രാഫിൽ കാണാൻ പറ്റും. പവർ ഓഫ് കോമ്പൗണ്ടിങ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പച്ച കളറ് കൂടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കാണാം, പച്ച കളറുകൾ കൂടുന്നു. ലാസ്റ്റ് വരുമ്പോഴത്തേനും പച്ച കളറുകൾ കൂടുന്ന കാണാൻ പറ്റും. അപ്പോൾ ഒരു 14 വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് സൂപ്പറാണ്. ഇപ്പോൾ നമ്മൾ നല്ല സഫിഷ്യൻ്റായിട്ട് ഒരു ഇതിലേക്ക് എത്തി. ഇനി നമുക്ക് ഇത് 6 കോടിയാകാൻ, ഇപ്പോൾ 6 കോടി എന്ന് പറയുമ്പോൾ ഏതാനും മാസങ്ങൾ കൂടി മുന്നോട്ട് പോയാൽ ഇത് 6 ആകും. എന്തായാലും നമുക്ക് അത് നോക്കാം. 15 വർഷമാകുമ്പോൾ തന്നെ 6.56 കോടിയായി. നോക്കൂ, ഇവിടെ നമുക്ക് 1 കോടി പിന്നീട് കിട്ടുന്നത് ഒറ്റ വർഷം കൊണ്ടാണ്. അതല്ലേ? ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കൂ, നമ്മൾ SIP തുടങ്ങുന്നു, 5 വർഷം കൊണ്ട് നമുക്ക് 1 കോടി കിട്ടി. പിന്നീട് 3 വർഷം കൊണ്ട് അത് 2 കോടിയായി. പിന്നീട് 2 വർഷം കൊണ്ട് അത് 3 കോടിയായി. എന്നാൽ ഇവിടെ നോക്കൂ, 1 വർഷം കൊണ്ട് 1 കോടി ഗെയിൻ ഇവിടെ കിട്ടി. 6.56 കോടിയാണ്. 14 വർഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എത്രയായിരുന്നു? 5.67 കോടിയായിരുന്നു. എന്നാൽ 15 വർഷം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അത് 6.56 കോടി, അതായത് 1 വർഷം കൊണ്ട് 1 കോടി. ആദ്യം 5 വർഷം കൊണ്ട് 1 കോടി, ഇത്രയും നാളായപ്പോഴത്തേനും 1 വർഷം കൊണ്ട് 1 കോടി. അപ്പോൾ ഇവിടെ ഗ്രാഫ് കാണാം, നമുക്ക് ആ വ്യത്യാസങ്ങളൊക്കെ കാണാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 2.34 crore, നമ്മുടെ ഗെയിൻ തന്നെ വളരെയധികം കൂടി 4.22 crore. അത് നമുക്ക് ഗെയിനായിട്ട് കിട്ടിയതാണ്, റിട്ടേൺ ആയിട്ട് കിട്ടിയതാണ്. പക്ഷേ നമ്മളിവിടെ നിർത്തുന്നില്ല, നമ്മൾ മുന്നോട്ട് പോകുവാണ് എന്ന് വിചാരിച്ചോളൂ. നോക്കൂ, ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. 2.5 കോടിയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അതിന് നേട്ടം തന്നെ 5 കോടിക്ക് മുകളിലാണ്. ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 7.56 കോടിയാണ്. അതായത് അടുത്ത 1 വർഷം ആയപ്പോഴത്തേനും 1 കോടിക്ക് മുകളിലാണ് നമുക്ക് നേട്ടം കിട്ടുന്നത്. ഏകദേശം 1 കോടി തന്നെ കൂട്ടിക്കോളൂ.
അടുത്ത ഒരു വർഷവും നമുക്ക് 1 കോടി തന്നെയാണ് നേട്ടം കിട്ടുന്നത് എന്ന് കൂട്ടിക്കോളൂ. എന്നാൽ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ പറയുന്ന 1 വർഷം വേണ്ട 1 കോടി ആവാനായിട്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. 17 വർഷം 8.68 കോടി. സോ 1 വർഷം കൊണ്ട് 1 കോടിക്ക് മുകളിൽ നേട്ടം കിട്ടി. അപ്പം ഏതാനും മാസം മതി, 10 മാസമോ 12 മാസമോ അങ്ങനെ മതി. എന്തായാലും 1 വർഷം കൊണ്ട് 1 കോടിക്ക് മുകളിൽ ഇവിടെ നേട്ടം കിട്ടി. നമ്മൾ 17ാമത്തെ വർഷത്തിൽ കൂടെ കടന്നു പോകുന്നു. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് വളരെയൊന്നും കൂടിയിട്ടില്ല, 2.65 crore. പക്ഷേ നമ്മുടെ നേട്ടം മാത്രം 6 കോടിക്ക് മുകളിലാണ്. ഇവിടെ ഗ്രാഫ് കാണാൻ പറ്റും. പവർ ഓഫ് കോമ്പൗണ്ടിങ് അവസാന സമയങ്ങളിൽ നല്ല രീതിയിൽ വർക്കാകുന്ന നമുക്ക് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു. 18 വർഷമാകുമ്പോൾ ഇപ്പോൾ 8.68 കോടിയാണ്. നോക്കിയോളൂ, അത് 18 വർഷമാകുമ്പോൾ അത് ഓൾമോസ്റ്റ് 10 കോടിയായി. 9.95 കോടിയാണ്. അതായത് 1 കോടിയും കുറേ ലക്ഷങ്ങൾ നമുക്ക് കിട്ടുന്നു അടുത്ത ഓരോ വർഷം ചെല്ലുന്തോറും. ആദ്യത്തെയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. ആദ്യം 1 കോടി ആവാനായിട്ട് എത്ര പാടായിരുന്നു, 5 വർഷം പിടിച്ചു. പിന്നീട് 1 വർഷം ആവണ്ട, 1 വർഷം ആകുമ്പോഴത്തേനും 1 കോടിക്ക് മുകളിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ്, റിട്ടേൺ ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നല്ല സുഖമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട്. കാരണം ഈ റിട്ടേൺ കുറച്ചൊക്കെ നമ്മൾ പിൻവലിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ നമുക്ക്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. 1.30 lakhs വേണമെങ്കിലൊക്കെ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കുറച്ച് പിൻവലിക്കുകയും കാര്യങ്ങളും ചെയ്യുമ്പോൾ അവിടെ ആവശ്യത്തിന് എടുക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ പിന്നെ അത് വേറെ പൈസ കണ്ടെത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ പിൻവലിക്കും തോറും ഇത് കുറച്ച് കുറയും, പിൻവലിക്കുന്നതനുസരിച്ച് കുറയും. പക്ഷേ ഭീകര കുറവൊന്നും അല്ല ഉണ്ടാകുക. നമ്മൾ ഈ നേട്ടമാണല്ലോ ഇവിടെ പിൻവലിക്കുക. കണ്ടോ, ഈ നേട്ടത്തിൻ്റെ ഗ്രാഫ് കണ്ടോ. അപ്പോൾ നമ്മൾ പിൻവലിക്കാത്ത കേസാണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. അത് നോ ഇഷ്യൂ, നമുക്ക് ഇവിടുന്ന് ഒക്കെ വേണമെങ്കിൽ കുറച്ച് പിൻവലിക്കാം, കുറച്ച് കുറയുന്നേ ഉള്ളൂ. എന്തായാലും ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് ഇവിടെ നല്ല രീതിയിൽ വർക്കാവുന്നത് നോക്കുക. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന എമൗണ്ട് 2.81 crore. 7 കോടിക്ക് മുകളിൽ നമുക്ക് ലാഭമാണ്, അതായത് ഗെയിനാണ്. മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത് 10 കോടി, 9.95 കോടിയാണ്. 18 വർഷമായി. നമ്മൾ ഈ കളി ഉടനെ നിർത്തും. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ 5 വർഷം 1 കോടി, 10ാമത്തെ വർഷം 2 കോടി, 15ാമത്തെ വർഷം 3 കോടി, അങ്ങനെയല്ല കണക്ക് പറയണ്ടേ. അങ്ങനെയല്ലല്ലോ, 15 വർഷമൊക്കെ അപ്പോൾ എത്ര എത്തിയില്ലേ, 18 വർഷമായപ്പോൾ തന്നെ 10 കോടി എത്തിയില്ലേ. അപ്പോൾ അത് അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടത് മാക്സിമം പിൻവലിക്കാതിരിക്കുക, ആവശ്യം ഉള്ളതിനെടുക്കുക. അല്ലാതെ മാക്സിമം ഒരു ചെറിയ ഒരു പ്രായത്തിൽ 25 വയസ്സിലൊക്കെ തുറക്കുന്ന അയാൾക്കൊരു 10-40 വയസ്സ് വരെയെങ്കിലും അയാൾക്ക് പിൻവലിക്കാതെ ഇൻവെസ്റ്റ് ചെയ്തുകൂടെ, ചെയ്യാൻ പറ്റൂലേ. ഇനി 50 വർഷമൊക്കെ പിൻവലിക്കാതെ ഇരിക്കുവാണെങ്കിൽ ഭയങ്കര വെൽത്തായിരിക്കും കിട്ടുക. എന്തായാലും നമ്മളിത് 18 വർഷമായിട്ടുള്ളൂ. 19 വർഷമാകുമ്പോൾ ഈ സാധനം നേരത്തെ 10 കോടി എത്താനായിട്ട് ശകലം ഒരു 5 ലക്ഷത്തിൻ്റെ കുറവുണ്ടായിരുന്നു. ഇപ്പം നോക്കൂ, 11.38 കോടി. അതായത് അടുത്ത 1 വർഷം കൊണ്ട് വീണ്ടും 1 കോടിക്ക് മുകളിൽ നേട്ടം കിട്ടിയിരിക്കുകയാണ്. ഏതാണ്ട് 1,43,00,000 അങ്ങനെ കണ്ടു, 1.5 കോടിക്കടുത്താണ് ഇപ്പോൾ നമുക്ക് നേട്ടം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും. ഇനിയിപ്പോൾ നമുക്ക് കളി നിർത്താം. 20 വർഷം കൂടെ അങ്ങോട്ട് ഫിനിഷ് ചെയ്തിട്ട് കളി നിർത്താം. 20 വർഷം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 3.12 കോടി, ഗെയിൻ 9.87 കോടി, മെച്യൂരിറ്റി വാല്യൂ ഓൾമോസ്റ്റ് 13 കോടി. അപ്പോൾ ഈ 13 കോടി ഇവിടെ നോക്കുക, 13 കോടി 3 കോടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താണ്, 10 കോടി നമ്മുടെ നേട്ടമാണ്. 10 കോടി നേട്ടം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 20 വർഷം കൊണ്ടാണ്. ഇതിൽ എമൗണ്ട് കുറഞ്ഞോട്ടെ, എമൗണ്ട് കുറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇതേ കാൽക്കുലേഷനാണ് എല്ലാ എമൗണ്ടിലും പോവുക. 5000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉള്ള ആൾക്ക് എപ്പോഴാണ് 1 കോടി ആകുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഏതാണ്ട് 25 വർഷം. 3000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് 1 കോടി ആകാനായിട്ട് 30 വർഷം. പക്ഷേ അദ്ദേഹമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് വളരെ വളരെ കുറവാണ്. അത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്ലൈഡിൽ കണ്ടു കഴിഞ്ഞു. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്തോറും നമുക്ക് കിട്ടുന്ന ഒരു പവർ ഓഫ് കോമ്പൗണ്ടിങ് ഭയങ്കര വലുതായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒരു സ്ലൈഡ് കൂടി നോക്കാം, ലാസ്റ്റ് സ്ലൈഡ്. 30 വർഷം ഇദ്ദേഹം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോയി എന്ന് വിചാരിക്കുക, 30 years. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 4.68 crore. അദ്ദേഹത്തിൻ്റെ മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത് 45.89 കോടിയാണ്. അദ്ദേഹത്തിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് 41.21 കോടിയാണ്. ഗെയിനാണിത്. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ എത്ര ഇരട്ടി? ഏകദേശം 10 ഇരട്ടി അല്ലേ, 10 ഇരട്ടി. നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കുറവാണെന്ന് ഓർക്കുക. 12% വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് ഈ ഒരു സംഭവം വന്നത്. അത് മതി, അത്രയും പ്രതീക്ഷിച്ചാൽ മതി നമ്മൾ. പക്ഷേ അതിൽ കൂടുതൽ കിട്ടാനായിട്ട് പ്രവർത്തിക്കുക, അതാണ് അതിൻ്റെ ഒരു സംഭവം. പിന്നെ ആസ് പോസിബിൾ ആസ് ലോങ് ആസ് ഈ സംഭവങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക. എത്രത്തോളം നമുക്ക് സാധിക്കും അത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് 5 വർഷം നിക്ഷേപിച്ചപ്പോൾ ഉള്ള വ്യത്യാസവും ഇപ്പോഴുള്ള വ്യത്യാസവും. അതായത് ഈ പച്ച കളറെല്ലാം പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൽ കൂടി കിട്ടിയിട്ടുള്ള ഗെയിനാണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ചെറിയ അടിത്തട്ടിൽ ചെറിയ നീല കളറിൽ കാണുന്നതാണ്, വളരെ വളരെ കുറവാണ് അല്ലേ.
അപ്പോൾ ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് കിട്ടണമെങ്കിൽ വളരെ നേരത്തെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങളൊരു ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഈ തലമുറയ്ക്ക് ചിലപ്പോൾ ആയിരിക്കില്ല ആ ഒരു ഗുണം കിട്ടുക. ചിലപ്പോൾ നമുക്ക് ഗുണം കിട്ടില്ല എന്നല്ല, നമ്മുടെ ഗുണത്തിനുള്ളതൊക്കെ എടുക്കണം, തീർച്ചയായിട്ടും എടുക്കണം. അത് രണ്ട് രീതിയിൽ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് എന്തിന് മക്കൾക്ക് കൊടുക്കുന്നു എന്നുള്ള ചിന്തയും, ചിലവർ മക്കൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അതായത് പിള്ളേർക്ക് അക്കൗണ്ട് എടുക്കാമോ, അക്കൗണ്ട് എടുത്തിട്ട് എനിക്ക് പിള്ളേരുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. വേറെ രീതിയിലുള്ള ആൾക്കാരുമുണ്ട്, രണ്ട് രീതിയിലുള്ള ആൾക്കാരുമുണ്ട്. അപ്പോൾ അത് ഡിപ്പെൻസാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മൾ വിചാരിക്കുന്നത് മാത്രമല്ല ശരി. ലോകത്തിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങളും മറ്റുമൊക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ കമൻറ്റ് ചെയ്യില്ല, അങ്ങനെയാണല്ലോ എനിക്കിത് മനസ്സിലാകുന്നത്. അപ്പോൾ പിന്നെ പലരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 10 പുതിയ ആൾക്കാർ ആയിട്ടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് ഈ ഒരു അനുഭവം കിട്ടും, ആ ഒരു എക്സ്പീരിയൻസ്. അതായത് പുതിയ ആൾക്കാരാണ് പറഞ്ഞത്, പഴയ ആൾക്കാരുമായിട്ടുണ്ട്, പുതിയ ആൾക്കാരുമായിട്ട് എൻക്വയറിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യർ ഭയങ്കര വ്യത്യസ്തരാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ ചിന്തിക്കുന്നതാണ് ശരി എന്ന് വിചാരിക്കും. ഇപ്പം എനിക്കങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ അതല്ല എന്ന് ഞാൻ മനസ്സിലാക്കണം. അതല്ല, അവർ ചിന്തിക്കുന്നതിലും ശരിയുണ്ടാവാം, അല്ലെങ്കിൽ അതിൽ തെറ്റും ഉണ്ടാകാം. നമ്മളത് പ്രത്യേകിച്ചൊന്നും പറയാൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ മക്കളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക് പോകുന്ന കാര്യമാണ് ഇപ്പോൾ സംസാരിച്ച് വന്നത്. ചിലവർക്ക് ഇഷ്ടമല്ല എന്ന് കരുതിയിട്ട് എല്ലാവരും അങ്ങനെയാണ് എന്ന് വിചാരിക്കരുത്. ചിലവർക്കത് ഭയങ്കര ഇഷ്ടമാണ്, മക്കൾക്ക് കൊടുക്കാൻ ഭയങ്കര ആഗ്രഹമുള്ളവരുണ്ട്. എന്തായാലും അത് ഓരോരുത്തരുടെയും ഉചിതത്തിന് വിടുന്നു. ഇപ്പോൾ ഞാൻ പറയുകയാണ്, നമ്മൾ എത്രയും നേരത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയാൽ അത്രയും നല്ലതാണ്, അത്രയും നേട്ടമാണ്. ചിലപ്പോൾ നമ്മുടെ ഒരു കുടുംബം ഒരു വലിയ ഒരു ഗെയിൻ, ഇതുപോലെയുള്ള ഒരു ഗെയിനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ പിന്നെ ഒരു പക്ഷേ പുറകോട്ട് പോകേണ്ടി വരില്ല. ആ ഒരു കുടുംബം തലമുറകളോളം ഈ ഒരു, അതായത് മക്കൾ നശിപ്പിച്ചില്ല കേട്ടോ, അങ്ങനെ ഒരു സംഭവമുണ്ട്. ഓക്കെ, നശിപ്പിച്ചില്ല, അവരും ഇത് വളർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് ഒരു വലിയ വെൽത്തി ഫാമിലി ആയിട്ട് അത് മാറാനുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നേരത്തെ തുടങ്ങാം. സുഖസൗകര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടും കട്ട് ചെയ്യേണ്ട. അത് കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അനാവശ്യമായിട്ടുള്ള ഒരുപാട് എക്സ്പെൻസുകൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്, എൻ്റെ അടക്കം. ചുമ്മാ ആമസോണിൽ നിന്നൊക്കെ ഓരോ സാധനങ്ങളും മേടിച്ചിട്ട് ഉപയോഗിക്കാതെ, അതായത് ഒരു വട്ടം ഉപയോഗിച്ച് പിന്നെ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന എത്ര സാധനങ്ങൾ വീട്ടിൽ കാണും, ഒന്ന് നോക്കിക്കേ. കാറി വെക്കാനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനുമൊക്കെ. എൻ്റെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്ന കാൽക്കുലേറ്ററിൻ്റെ അതിന് ഉദാഹരണമാണ്. ഞാൻ കാൽക്കുലേറ്റർ മേടിച്ചത്, അത് കംപ്ലൈൻ്റായി കുറച്ച് മാസങ്ങൾ കൊണ്ട്. വാറണ്ടിയൊക്കെ ഉണ്ട്. ആ വാറണ്ടി, ഇത്ര പേര് ഈ വാറണ്ടി ക്ലെയിം ചെയ്യും? വാറണ്ടി വേണമെങ്കിൽ ഇനിയിപ്പോൾ അവിടെ അയച്ചു കൊടുക്കണം, അതിനൊന്നും നമുക്ക് സമയമില്ല. അപ്പം അങ്ങനെ മൊബൈൽ ഫോണൊക്കെ പടയെന്ന് മാറ്റിയിട്ട്, ഓക്കെ, കാറുകൾ പോട്ടെ, ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് പുതിയ അറിവുകൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക, നല്ലൊരു കമൻറ്റ് തരിക. ക്രിട്ടിസൈസ് ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ചെയ്യുന്നവർ ചെയ്യുക. ഞാൻ ഈ വീഡിയോയിൽ കൂടി നല്ല കാര്യം പറഞ്ഞു തരാനാണ് ശ്രമിച്ചിട്ടുള്ളൂ. ഇത് ആരുടെയും ജീവിതത്തിൽ ദോഷമാകുന്ന ഒരു സംഭവം അല്ല. ഓക്കെ, അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡിസ്ക്ലൈമർ വായിച്ചു നോക്കുക. ഓഡിയോ ലാസ്റ്റ് ഇടാം, സ്ക്രീനിൽ കൊടുത്തേക്കാം. കാരണം മാർക്കറ്റിൻ്റെ കയറ്റിറക്കങ്ങളനുസരിച്ചിട്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ അതിലും NAV-യിലും ഒക്കെ മാറ്റം വരും. അത് കുറയാം, കൂടാം, അങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇത് വരുന്നത്. പക്ഷേ അത് അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ കുറയുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഭയങ്കര റിട്ടേൺ ആയിരിക്കും ഉണ്ടാകുക. അതാണ് അതിൻ്റെ മറ്റൊരു രഹസ്യം. ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു അസറ്റ് പ്ലസ് അക്കൗണ്ട് എടുത്താൽ മതി. ETF-ലും സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കാം. ഏഞ്ചൽ വണ്ണിൽ നേരത്തെ അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അപ്പ് സ്റ്റോക്സിൽ എടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. മറക്കാതിരിക്കുക, എടുത്തവർ എന്നെ വാട്സപ്പിൽ അറിയിക്കുക കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance.